ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പാവക്ക ഫ്രൈ ആണ്. ഇപ്പോൾ പാവക്ക പൊതുവെ എല്ലാവർക്കും തന്നെ കഴിക്കാൻ കയ്പ്പൊക്കെയുള്ള കാരണം മടിയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. ഞാനതിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാവക്ക ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. പാവക്ക ഫ്രൈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 മീഡിയം പാവക്കയാണ് എടുത്തത്. അത് ഏകദേശം ഒരു 250 ഗ്രാം കാണും. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പാവക്ക തീയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പാവക്ക കട്ട് ചെയ്യുന്നതിൻ്റെയും കയ്പില്ലാതിരിക്കുന്നതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി വേണ്ടത് കറിവേപ്പില, ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത്, പച്ചമുളക്. ഈ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തിടാനുള്ളതാണ്. കുറച്ച് മൂത്ത തേങ്ങ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എനിക്ക് കുറച്ച് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. പാവക്ക വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം. പാവക്ക ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാവക്ക ഒരു ബ്രൗൺ കളർ നല്ല ക്രിസ്പിയുമായിട്ട് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ പാവക്ക ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാവക്ക നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കണം. കൂടുതൽ വറുത്ത് കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പാവക്ക നല്ല ബ്രൗൺ കളറും ക്രിസ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കി എണ്ണയിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വറുത്തെടുക്കാം. എണ്ണയും നിറമായിട്ട് തോന്നുന്നത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞിട്ടാണ്. അത് കുഴപ്പമൊന്നുമില്ല. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൂത്ത് ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കി എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടൊന്ന് മുപ്പിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവക്കയും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒന്നും കൂടി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പാവക്കയിൽ ഉപ്പ് പുരട്ടി വെച്ചത് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പാവക്ക ഇങ്ങനെ വറുത്തെടുക്കണമെങ്കിൽ അധികം കയ്പൊന്നും അറിയില്ല. ഇപ്പൊ പാവക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചോണം. നല്ല കൊതിയൂർന്ന മണം വരുന്നുണ്ട്. ആ തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണിത്.
നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ചോറ്, തൈര് സാദം, കഞ്ഞി, ഇവിടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.